രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുന്നുണ്ട്. വൈറ്റൽസ് സ്റ്റേബിൾ ആണ് എങ്കിലും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. ഇതുവരെ നമ്മുടെ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തിയതിൽ 49 കോണ്ടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. 49 കോണ്ടാക്ട്സ്. ഇതിൽ ഈ സമ്പർക്ക പട്ടികയിലുള്ളവരിൽ 6 പേർക്ക് ചെറുതായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ സിംറ്റംസ് ഉള്ളവരുടെ എല്ലാം തന്നെ സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാമ്പിൾസ് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ 12 പേര് കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ്, ഹൈ റിസ്ക് കോണ്ടാക്ട്സ് ആണ്. അതുപോലെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 3 പേര്, ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ, പിന്നെ 2 ലാബുകളുണ്ട്, മറ്റൊരു ഫാർമസി ഉണ്ട്. ഞാനിപ്പോൾ റൂട്ട് മാപ്പ് വായിക്കുമ്പോൾ അതുകൂടി പറയാം. റൂട്ട് മാപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു. അതുകൂടാതെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ 25 പേർ. അപ്പോൾ ഹൈ റിസ്ക് കോണ്ടാക്ട്സ് 45 പേരുണ്ട്. ഈ 49 പേര്. ബാക്കി സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ, ഈ വിട്ടുപോയിട്ടുള്ളവർ, ഇനി ആരെയൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഇന്ന് വളരെ ശാസ്ത്രീയമായി കൂടി അത് നമ്മൾ ആ പ്രവർത്തനം നടത്തുകയാണ്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആരെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അതുപോലെ ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ പൊതുജനാരോഗ്യ അധികാരി എന്നുള്ള നിലയിൽ DMOയ്ക്കും ആ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇതിൽ 5 പേരാണ്, സിംറ്റംസ് ഉള്ള 5 പേര് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലുണ്ട്. ഒരു ആൾ ഈ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ്, മറ്റൊരു ജില്ലയിലാണ്, എറണാകുളം ജില്ലയിലാണ് ഉള്ളത്. അത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അവിടെ ആശുപത്രിയിലേക്ക് ഐസൊലേഷനിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഇവരിൽ 5 പേരുള്ളത് ഐസൊലേഷനിലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ളത്. അതുപോലെ എറണാകുളത്ത് ഉള്ള വ്യക്തിയും ഐസൊലേഷനിലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആശുപത്രിയിലേക്ക് ഐസൊലേഷനിലാക്കുന്നത്. റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ ഭേദഗതികൾ വരാം. കാരണം പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. രോഗിയുടെ ബന്ധുക്കളുമായിട്ടും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുമായിട്ടും ഒക്കെ തന്നെ ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. 25-ാം തീയതിയാണ് പനി തുടങ്ങിയത്. 26-ാം തീയതി വളാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് കാർ മുഖേന ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. തിരിച്ച് ഹസ്ബൻഡിൻ്റെ ബൈക്കിലാണ് വീട്ടിലെത്തിയിട്ടുള്ളത്. 27-ാം തീയതി വീട്ടിലാണ് ഉണ്ടായിരുന്നത്. 28-ാം തീയതി വീണ്ടും അവിടെ വീട്ടിൽ നിന്ന് ബൈക്കിൽ ഹസ്ബൻഡിനൊപ്പം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയിട്ടുണ്ട് വളാഞ്ചേരി. വീട്ടിൽ തിരിച്ച് അങ്ങനെ തന്നെ ബൈക്കിൽ വീട്ടിൽ തിരിച്ചു പോയിട്ടുണ്ട്. 29-ാം തീയതി വീണ്ടും വീട്ടിൽ നിന്ന് അവിടെ ഒരു ലാബിൽ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആ ലാബിൽ ഒരു സുധർമ്മ ലാബ് എന്ന് പറഞ്ഞൊരു ലാബിലാണ് അവിടെ പോയിട്ടുണ്ട്. ഡോക്ടറുടെ ക്ലിനിക്കിൽ പോയിട്ടുണ്ട്. പിറ്റേ ദിവസം 30-ാം തീയതി വീട്ടിൽ നിന്ന് ലാബിൽ പോയി വീണ്ടും പരിശോധന നടത്തിയിട്ടുണ്ട്. അതൊരു ബ്രദേഴ്സ് ലാബ് എന്ന് പറഞ്ഞൊരു ലാബിലാണ് പരിശോധിച്ചിട്ടുള്ളത്. 1-ാം തീയതി വീട്ടിൽ നിന്ന് ബൈക്കിൽ വീണ്ടും ലാബിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ബ്രദേഴ്സ് ലാബ്. പിന്നെ ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ വിനീതയുടെ ആണ് കൺസൾട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ പേവാർഡായിരുന്നു, പക്ഷെ റൂമാണ്. കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നു 10 മുതൽ 11 വരെയുള്ള സമയം. പിന്നെ റൂമിലാണ് ഉണ്ടായിരുന്നത്. റൂമിൽ നിന്ന് 2-ാം തീയതി ICUയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഉള്ളത്. അപ്പോൾ ഈ റൂട്ട് മാപ്പ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ തന്നെ നൽകുന്നതാണ്. ഇന്നലെ പറഞ്ഞതുപോലെ അസ്വാഭാവികമായിട്ടുള്ള ഡെത്തൊന്നും ഈ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ആനിമൽ ഡെത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനുശേഷം സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഭോപ്പാൽ ലാബിലേക്ക് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് അയക്കുന്നുണ്ട്. ഇന്ന് തന്നെ അയക്കും. ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്.
പിന്നെ 25 കമ്മിറ്റികൾ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. 25 കമ്മിറ്റികൾ ഫീൽഡിൽ അവർ പോകേണ്ടവർ പോയിട്ടുണ്ട്. ഫീവർ സർവൈലൻസ് ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള പരിശീലനം ആർക്കെങ്കിലും വേണമെങ്കിൽ, മലപ്പുറം ജില്ല പൊതുവെ ഈ രീതിയിൽ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരാണ് ഉള്ളത്. പക്ഷേ ആർക്കെങ്കിലും ഇനി കിട്ടാനുണ്ടെങ്കിൽ, ട്രെയിനിങ് കിട്ടാനായിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പാരലായിട്ട് നടക്കുന്നുണ്ട്. ജില്ലയിലെ മുഴുവൻ, അതോടൊപ്പം സമീപ ജില്ലകളിലെയും ഒക്കെ തന്നെ നമ്മൾ കേസസ് അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതെ അതെ, ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, MLA മാർ, അതോടൊപ്പം തന്നെ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ തന്നെ കളക്ടർ ഒരു യോഗം വിളിച്ച് ചേർത്തു. ആ യോഗത്തിൽ ഞങ്ങൾ സംബന്ധിച്ചിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി. പൊതുവിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. നല്ല നിലയിലുള്ള പിന്തുണ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം അതിന് നേതൃത്വം ഫീൽഡിൽ നൽകുന്നുണ്ട്. പിന്നെ മീറ്റിങ്ങുകൾ മാറ്റിവെച്ച കാര്യം അറിയിച്ചിട്ടുണ്ടല്ലോ, യോഗങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മോണോക്ലോണൽ ആന്റിബോഡി അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കൊടുത്തിട്ടുണ്ടാകും. രാവിലെ തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ്. 11 മണിക്ക് അഡ്മിനിസ്റ്റർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊടുത്തിട്ടുണ്ടാകും. സോഴ്സ് ഈ കേസിൽ കുറച്ചുകൂടി സാധ്യതകൾ നാരോ ആണ് എന്നുവെച്ചാൽ, അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് ഒരു പക്ഷേ കുറച്ചുകൂടി എളുപ്പം കണ്ടുപിടിക്കാം എന്നുള്ളതാണ് വിദഗ്ധർ അഭിപ്രായം പെടുന്നത്. ഏതായാലും അത് കൃത്യമായി ഇന്നത് എന്നുള്ളത് ആ നിലയിലേക്ക് പറയാൻ ആയിട്ടില്ല. പക്ഷെ അത് നമുക്ക് ശാസ്ത്രീയമായി പറയാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തോ? അതെ അതെ, കൂട്ടായിട്ടുള്ള ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ, ജോയിന്റ് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പരിശീലനമൊക്കെ ലഭിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ജോയിന്റ് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ കൂടി ഇന്ന് ആരംഭിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അവർക്ക് മൈൽഡ് സിംറ്റംസ് ആണ് ഉള്ളത്. പക്ഷെ ഒരു സ്വാഭാവികമായിട്ട് ഹൈ റിസ്ക് കോണ്ടാക്റ്റ് ആണ്. പിന്നെ ചെറിയ രീതിയിൽ പനിയുണ്ട്. അപ്പോൾ ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ നിലയിൽ അവരുടെ സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. സാമ്പിൾസ് ഇപ്പോൾ പരിശോധനയ്ക്ക് ഇട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം ഉച്ച കഴിയുമ്പോഴേക്കും പരിശോധന റിസൾട്ട് വരും. അവർക്ക് മറ്റ് പ്രശ്നങ്ങളില്ല. ബന്ധുക്കളുണ്ട്, അതായത് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ഉണ്ട്. അതിന് 48 മണിക്കൂർ കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യും നമ്മൾ. കാരണം സാമ്പിൾസ് നെഗറ്റീവ് ആയതുകൊണ്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് റിപ്പീറ്റ് ചെയ്യാം, സിംറ്റംസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ. വരും. അല്ല, ഇവിടുന്ന് തന്നെ, ഇവിടെ നമുക്ക് RT-PCR പരിശോധിക്കാൻ പറ്റും മഞ്ചേരിയിൽ. പറ്റും. കോണ്ടാക്റ്റില് ആരോഗ്യ പ്രവർത്തകർ, അതായത് ആശുപത്രിയിൽ, പെരിന്തൽമണ്ണ ആശുപത്രിയിൽ 25 പേരുണ്ട്. നമ്മൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അതുകൂടാതെ 2 ലാബുകളുടെ കാര്യം പറഞ്ഞല്ലോ. പക്ഷെ അവിടെ നിന്ന് കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഓരോരുത്തരുടേതേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ സാമ്പിൾ എടുത്തവർ മാത്രമല്ല, പരിശോധിച്ചവരും ഹൈ റിസ്ക് ആണ്. അപ്പോൾ അവർ കൂടി ഇതിൽ ഉൾപ്പെടും. പക്ഷെ ഇപ്പോൾ അവർ നൽകിയിരിക്കുന്ന, ലാബിൽ നിന്ന് നൽകിയിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ഓരോരുത്തരാണ് അവിടെ നിന്ന്, ഓരോരുത്തർ ആകാൻ ഒരു സാധ്യതയിൽ അതിൽ കൂടുതലാണ് ആകുക. അപ്പോൾ 2 പേർ ഓരോരുത്തരെന്നുള്ള നിലയിൽ, അപ്പോൾ 27. പിന്നെ അതുകൂടാതെ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ, സ്വകാര്യ ഡോക്ടറുടെ അടുത്ത്, ലബോറട്ടറീസിൽ ഉള്ള ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ വളാഞ്ചേരിയിൽ 3. അപ്പോൾ ഇത്രയും പേരാണ്. വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 3. അപ്പോൾ ഇത്രയും പേരാണ് ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ളത്. ഇതിൽ കൂടുതലാകാനാണ് സാധ്യത ഉള്ളത്. അത് ഇന്ന് കൂടി ഡേറ്റ CCTV കൂടി എടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് വ്യക്തമാക്കാൻ കഴിയും. അതെ. മൊത്തം 49 കോണ്ടാക്ട് ലിസ്റ്റിലുള്ളത്. അതിൽ ഹൈ റിസ്ക് 45. അതെ, സ്റ്റാഫ് നഴ്സ്. ശരി, എറണാകുളത്ത് ഐസൊലേഷൻ. അതിലൊരു കാര്യമുണ്ട്, ഈ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരൊക്കെ തന്നെ ഐസൊലേഷനിലായിരിക്കണം എന്നുള്ളതാണ്. രോഗിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായ ദിവസം മുതൽ 21 ദിവസം വരെയാണ് നമ്മൾ ആ ഒരു പീരീഡ് ഉള്ളത്.
അപ്പോൾ ആ ദിവസങ്ങളിൽ ഐസൊലേഷനിലായിരിക്കണം. ഇനി ഒരു വ്യക്തിയാണ്, ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ഐസൊലേഷനിൽ കോണ്ടാക്റ്റിലുള്ളതെങ്കിൽ ആ വ്യക്തി വീടിനുള്ളിൽ ഐസൊലേഷനിലായിരിക്കുമ്പോൾ വീടിനുള്ളിലുള്ള മറ്റാളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് പാടില്ല. വീടിനുള്ളിൽ പ്രത്യേകമായിട്ട് ഐസൊലേഷനിലായിരിക്കണം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള രീതി. അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പാക്കണം. ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് മീഡിയ സെല്ലിൽ നിന്ന് അതുകൂടി ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അക്കാര്യങ്ങൾ കൂടി അറിയിക്കുന്നതാണ്. അത് നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, എന്നിരുന്നാലും ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട CM-ന്റെ പ്രോഗ്രാം മാറ്റിയിരുന്നു. അതോടൊപ്പം സ്പോർട്സ് മിനിസ്റ്ററുടെ പരിപാടി മാറ്റി. ഇപ്പോൾ തുടങ്ങിപ്പോയ പരിപാടി അത് പ്രോട്ടോകോൾ അനുസരിച്ച് മാസ്ക് ധരിച്ച് നിർബന്ധമായിട്ട് മാസ്ക് ഇല്ലാത്ത ഒരാളും അവിടെ കയറരുത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, അങ്ങനെയുള്ള പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അവിടെ ആയിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് എക്സ്പേർട്ട് കമ്മിറ്റിയും അങ്ങനെയാണ് തുടങ്ങിപ്പോയൊരു കാര്യം. ഇപ്പോൾ നമുക്കിനി നടക്കാനുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് മാറ്റിവെച്ചിട്ടുണ്ട്. മാസ്ക് ഇല്ലാത്ത ഒരാളും അവിടെ മേളയ്ക്ക് വരാനും പാടില്ല, കയറ്റരുത് എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബാക്കി ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എടുക്കും എന്നുള്ളതാണ്. നമ്മൾ തുടങ്ങിപ്പോയത് ആ നിലയിൽ പോകാമെന്നുള്ളത് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയനാണ്. അപ്പോൾ അതാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. നമ്മളിതൊക്കെ ടെക്നിക്കലായി തന്നെയാണ് ആ കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരങ്ങളിലെ പരിപാടികൾക്കും ആ നിലയിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഒരു ഇടപെടലും നിയന്ത്രണവും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് നമ്മൾ കടകൾ. പണ്ട് ഓർക്കുന്നുണ്ടാകും കടകളും ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത നിലയിൽ കൂട്ടം കൂടാൻ പാടില്ല. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ കടകൾ ഓപ്പൺ ആയിരിക്കും. അതോടൊപ്പം അങ്കണവാടികൾ, മദ്രസകളൊക്കെ അവിടെ ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ പ്രവർത്തിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ആൾക്കൂട്ടങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം എന്നുള്ളതാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ പ്രത്യേകിച്ച്. അത് കേസ് അതായത് എങ്ങനെയാണ് എന്നുള്ള കേസ് ഹിസ്റ്ററി അനുസരിച്ച് എല്ലാത്തിനും ഒരേപോലെ ആണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഘട്ടത്തിൽ നമ്മൾ പറയുക മറ്റൊരാൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ. അതാണ് ഒരു കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ അതുണ്ടായിട്ടില്ല. പക്ഷേ ഈ കേസ് അതിനേക്കാളും സീരിയസ് ആണോ എന്നുള്ളത്, മറ്റൊരാൾക്ക് അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയാൽ അങ്ങനെയില്ല. അതല്ല അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ട് കേരളം? നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മളാണ് എന്നുള്ളത് കൊണ്ട് ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് അർത്ഥമില്ല. നേരത്തെ കോഴിക്കോട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ICMR-ന്റെ തന്നെ ഇപ്പോൾ ബാറ്റ്സിന്റെ ആവാസ വ്യവസ്ഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഏതായാലും ബാറ്റ്സ് ആണ് സോഴ്സ് എന്നുള്ളതിനകത്ത് നിപ്പ വൈറസിന്റെ സോഴ്സ് അങ്ങനെയാണ്. ഈ ട്രാൻസ്മിഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ ഹൈപ്പോത്തസിസേ ഉള്ളൂ, ഊഹങ്ങളേ ഉള്ളൂ എല്ലായിടത്തും. ബംഗ്ലാദേശിലും അങ്ങനെയാണ്. ഇപ്പോൾ CDC ആണ് അവിടെ പഠനം നടത്തിയിട്ടുള്ളത്. അറ്റ്ലാന്റയിലെ CDC അവരും അതൊരു ഊഹമാണ്, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. അപ്പോൾ ഒരു ക്ലിനിക്കൽ ലാബിൽ ഇതുവരെ ലോകത്ത് എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല. ഇതാണ് ഈ രീതിയിലാണ് എന്നുള്ള ട്രാൻസ്മിഷൻ സംഭവിച്ചതെന്നുള്ളത് ഒരു ലാബിലൊരു പരിശോധന ഉണ്ടായിട്ടില്ല, ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കും വവ്വാലുകൾ ആണ് സോഴ്സ് എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പഠനങ്ങളിൽ ഇങ്ങനെയാകാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ലോകത്തെല്ലായിടത്തും അതുപോലെ തന്നെയാണ്. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. കണ്ടുപിടിക്കുന്നത് കൊണ്ട് രോഗപകർച്ച ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇപ്പോൾ തന്നെ ചികിത്സിച്ച ഡോക്ടർക്ക് സംശയമുണ്ടായി MRI കണ്ടപ്പോൾ. അങ്ങനെയാണ് ഇതാണോ എന്നുള്ള സാമ്പിൾ, കാരണം ഡെങ്കി പോസിറ്റീവായിരുന്നു. അപ്പോൾ
ഇത് റൂൾ ഔട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് MRIയുടെ ഇത് കണ്ടിട്ടാണ് സാമ്പിൾ എടുക്കണമെന്നുള്ളത് പറഞ്ഞത്. അങ്ങനെ എടുത്തു. ഐസൊലേഷനിലാക്കിയിട്ട്. അതെ. പകർച്ച 2023 ഉണ്ടായി. 2023 പകർച്ച ഉണ്ടായി. 23 കോഴിക്കോട് തന്നെ ഉണ്ടായിട്ടുണ്ട് പകർച്ച. അന്ന് 6 ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോസിറ്റീവായവരെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. റെംഡെസിവിറൊക്കെ നമ്മൾ പുതിയ ഗൈഡ് ലൈൻസ് ഉണ്ടായി നമ്മൾ അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ. അപ്പോൾ പിന്നെ അതിനു മുൻപ് ഇടയ്ക്ക് എറണാകുളത്ത് കേസ് ഉണ്ടായപ്പോഴും സിംഗിൾ കേസ് ഉണ്ടായി, കോഴിക്കോട് ഒരു കേസ് ഉണ്ടായി, സിംഗിൾ കേസ് ഉണ്ടായി. പക്ഷേ 2023 ആയപ്പോഴേക്കും ഒരു സ്പ്രെഡ് ഉണ്ടായിരുന്നു. കാഷ്വാലിറ്റിയിൽ നിന്നാണ് സ്പ്രെഡ് ഉണ്ടായത്. അതിൽ സ്പ്രെഡ് സിംഗിൾ കേസസ് ആണ് ഉണ്ടായത്. അപ്പോൾ ഇത് സ്പ്രെഡ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ശരി, എല്ലാവരുടെയും പരിശോധിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ തന്നെ ഈ സിംറ്റമാറ്റിക് ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ പരിശോധിക്കും. അല്ല, 6 പേരാണ്. 5+1 6 പേരാണ് ഇപ്പോൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ളത്. അവരുടെ പരിശോധിക്കുന്നത് സാമ്പിൾ മഞ്ചേരി തന്നെ പരിശോധിക്കും. അവിടെ തന്നെ എടുത്തിട്ടുള്ളത് അവിടെ തന്നെ പരിശോധിക്കും. എറണാകുളത്തേത് അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. അല്ല, അത് കൺഫർമേറ്ററി മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഇവിടെ തന്നെ പരിശോധിച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഉറപ്പാക്കാൻ നമുക്ക് കഴിയും. ഇല്ല, പ്രോട്ടോകോൾ പ്രകാരം വേണ്ട. സിംറ്റംസ് ഉള്ളവരാണ്. അതെ, ഐസൊലേഷനിലായിരിക്കും. പല സംസ്ഥാനങ്ങൾ വളരെ കുറച്ചാണ് കോവിഡും മരണനിരക്ക് റിപ്പോർട്ട് ചെയ്തത്. അതിന് ഏറ്റവും ആക്ച്വലായിട്ടുള്ള കണക്ക് കൊടുത്തത് കേരളം എന്നാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലുള്ള ഒരു നേട്ടമായിട്ട് കണക്കുകൾ ആ റിപ്പോർട്ട് കണ്ടിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ലോകാരോഗ്യ സംഘടന പറഞ്ഞല്ലോ 45 ലക്ഷം പേർ രാജ്യത്ത് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലായി അത്രയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഡേറ്റ പ്രകാരം അത്ര ഉണ്ടായിരുന്നില്ല. ഈ എക്സ്പേർട്സ് പറയുന്നത് ഒരു 1% യഥാർത്ഥത്തിലുള്ള കണക്ക്. ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള കണക്കാണ് എന്നുള്ളതാണ്. ഇപ്പം കേരളം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡെത്തും അതിനെങ്ങനെയായിരിക്കണം എന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തു. ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ ഉള്ളവർ അല്ലെങ്കിൽ മറ്റ് കാർഡിയാക് അറസ്റ്റൊക്കെ വന്ന് അതിലൊക്കെ തന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ നമ്മൾ ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് കേരളം സുതാര്യമായിട്ടാണ് ചെയ്തത് എന്നുള്ളത് കൂടിയാണ് ആ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നമുക്കൊന്നും ഒളിച്ചു വെക്കാനില്ലല്ലോ. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു നിപ്പ കേസ് വരുമ്പോഴും നമ്മുടെ സിസ്റ്റം എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നു എന്നുള്ളത്, അത് സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം അങ്ങനെയാണ്.